റംസാനയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ലേറ്റാണ്, അവിടെ വരിക്കണമൊക്കെ കേൾക്കും. സോ ഓൺ ദി വേ. നല്ല ദൂരമുണ്ട്. വിമാനമിരുന്ന് അഞ്ചലാണ്. സോ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ അറ്റ് ദ ടൈം ട്രാഫിക് ഉണ്ട്, അതാണ് മെയിൻ പ്രശ്നം. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെന്താണ് പറയാനുള്ളതാ? പറയാനില്ലേ? വീഡിയോയിൽ അതാണ് പുള്ളി കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം മിസ് ഔട്ട് ചെയ്ത എല്ലാം നമുക്ക് ഇന്ന് കവർ ചെയ്യണമെന്നാണ്. അതാണ് എനിക്ക് റംസാനെ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. മിക്കവാറും അവൾ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവൾ എടുത്ത് പറയും ഫുഡ് കഴിക്കണ്ട ഓക്കെ എന്നവൾ പറയാൻ ചാൻസ് റിയലി ആയി. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ബൈ. നമ്മൾ ഓഡിറ്റോറിയം എത്താറായി. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഫൈനലി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അവരെത്തിയിട്ട് അവർ കുറച്ച് ലേറ്റാണ്. നമ്മൾ സ്കോർ ചെയ്തോളാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ലുക്ക് എടുക്കണം. അവള് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തു. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതെ, ഫസ്റ്റ് ലുക്ക് എടുക്കാനായിട്ട് ഈഗർലി വെയിറ്റിംഗ്. അത് നമ്മൾ ആ ഡ്രസ്സ് നമ്മളും കൂടെയൊക്കെ ചെന്നാണ് എടുത്തത്. ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഫുൾ മേക്കപ്പ് ഹെയർ എല്ലാം ചെയ്തിട്ട് കാണുമ്പോഴത്തേക്കൊരു അടിപൊളിയായിരിക്കുമല്ലോ. അല്ലാണ്ട് റോ ആയിട്ട് നമ്മളത് കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പം വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. കാരണം അവരും കൂടെ വന്നാലേ നമ്മൾ അങ്ങോട്ട് വിടുള്ളൂ. അവളുടെ ഓൾറെഡി ഉള്ള കുറച്ച് ഫ്രണ്ട്സ് ഫസ്റ്റ് ലുക്ക് എടുക്കാനായിട്ട് ചെന്നിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ് എല്ലാവരും എത്തിയതിന് ശേഷം നമ്മൾ ഒരുമിച്ചെടുക്കും. അല്ലേ അമ്മന? സോ ഇതുവരെ അവരെത്തിയില്ല. നമ്മുടെ ഒ ടി ഡി ഒക്കെ എടുത്തിട്ട് നമ്മളോട് ഒ ടി ഡി ഒക്കെ എടുത്തിട്ട് ഒരു മനുഷ്യനും വന്നിട്ടില്ല. കാരണം എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ നടക്കുന്നതേ ഉള്ളൂ. അവരിപ്പം എത്തും എന്നാണ് അതെ കിട്ടിയ ന്യൂസ്. സോ ഒരു 5-ലെത്തി, ഒരു 5 മിനിറ്റ്സിൽ അവരിവിടെ എത്തും. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ലുക്ക് എടുക്കാം. അതുവരെ നമ്മൾ ബോർഡടിച്ച് ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഒ ടി ഡി എടുത്തു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ ചെറിയ ചെറിയ സെറ്റിങ്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. വെൽക്കം ഡ്രിങ്കും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കുറച്ച് ബിറ്റ്സ് കാണിച്ചു തരാം. സോ കുറച്ച് ഫസ്റ്റ് ലുക്കും ഫോട്ടോഷൂട്ടും ഒക്കെ ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ദുബായൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വ്ലോഗ്സ്. നമ്മളെല്ലാവരും ഒരു അനാർക്കലി സെറ്റപ്പ് ചുരിദാർ അങ്ങനത്തെ ഒരു വൈബാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രം വെറൈറ്റി ആയിട്ട് സാരി എടുത്തിട്ടുണ്ട്. സോ അതെ, നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് അവർക്ക് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ അടുത്ത പരിപാടി. സോ നമ്മൾ അകത്തോട്ട് പോവാം. ബാക്കി ഷേപ്പ് സെലക്ട് ചെയ്യാൻ അവളുമാര് വന്നു. പിന്നെ ഒരു ദിവസം വട്ടെടുത്ത് ഞാനൊക്കെ
മഞ്ജുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ബഹളം വയ്ക്കത്തില്ല. കുടി മോളെ, അത് നേരത്തെ എടുത്ത്. അയ്യോ ഫുൾ മിഷനാണ്. ഞാൻ പറഞ്ഞില്ല. ടെൻഷൻ ഉണ്ടാടി? ഓക്കെ അല്ലേ? ഓ, നീ ഇച്ചിരി കൂടുതൽ ഹാപ്പിയാ. ഒരു ടെൻഷനും ഇല്ലാതെ പിന്നെ ചോദിച്ചതേ ഉള്ളൂ. കല്യാണം പ്രീമിയം 11 സംതിങ് ആണ്. റംസാൻ അതാണ് എടുത്ത. അപ്പൊ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ കല്യാണം പെട്ടെന്ന് നടക്കും. അതിൽ നോക്കടി ടിവിയില്. അടുത്ത കല്യാണം ആരുടെയാണ്? Thank you so much, Dancer, for the grand royal entry. ബഹുമാനത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Inviting Mr. Sarakatula sir, can you please come and join with us on the stage? And also as a token of love and gratitude, sir would like to hand over this bouquet to him. About sir on the stage like welcome the request ചെയ്യാണ്. Happiness, all goodness, and lifelong togetherness. May Allah fill your home with love, laughter, and abundant barakah. Many congratulations to you all, and many congratulations to both the families. God bless. Thank you so much. റംസാന അവിടെ നിന്ന് ഈ ഒരു പോർഷനിലേക്ക് വരും. എൻട്രി ഏരിയയുടെ അവിടെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ബ്രൈഡൽ കോർണർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ റംസാനയും അക്ബറും അവിടെ വെച്ചായിരിക്കും നേരിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദർ ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഞാൻ എന്താ ഏതാണെന്നൊന്നും പറയുന്നില്ല. നമുക്ക് അത് ഈ ഒരു ഇവന്റിൽ അത് നിങ്ങൾക്ക് കാണരുത്. എൻ്റെ പ്ലീസ് ബി സീറ്റഡ്. ഓ എന്റെ പൊന്നെ, ഇതൊക്കെ എപ്പോ പഠിച്ചടേ? ഇതൊക്കെ പഠിച്ചു പഠിച്ചു കേട്ടോ എല്ലാം. ഇവർക്ക് സേവ് ദ ഡേറ്റ് ഇല്ലായിരുന്നല്ലോ. അടിപൊളി.